ഹലയ വിശകലന സമൂഹം നിങ്ങളോടൊപ്പമുണ്ട്. ധൗധേടക തതൈ അവന് ഹവന്ന് തകൈ താണമയോ. കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം. കോർപ്പറേഷന്റെ ഓരോ സൂചകവും സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും. ഹേബൻ ദൗധ ജ്യോധേബൻ മൻധന 2025 ജൂലൈ 12 വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവലോകനം. വർഗീകരണം അനുസരിച്ച് ഗുരുദാമബിയ കമ്പനി ബാബൻധോഹ ഉപവിഭാഗത്തിൽപ്പെടുന്നു. ബാബനഫൈ പഥോഹതപതയെ 27 സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഓർഡർ ടേബിൾ കാണാം. കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ 10.7. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 2.1 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കിയാൽ മുഴുവൻ ഓഹരി വിപണിയിലും US സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ 1.8 പോയിന്റാണെന്ന് ശ്രദ്ധിക്കുക. കമ്പനിയുടെ സ്കോറായ 7 എതിരായി ബാബൻധോധ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു. ബാബൻധോവ ഉപവിഭാഗം ഓഹരികളും 12 മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും. ബാബോക മൈനസിന്റെ മാറ്റം കാണിച്ചു 12.3%. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 15.7%. കമ്പനിയുടെ വിപണി മൂലധനം ബാബൻധോക $3.38 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $183 ബില്യൺ ആണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $1.91 ബില്യൺ ആണ്. $29 ബില്യൺ ഉപവിഭാഗം മൂലധനം. വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം ബാബൻധോക ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 1.843%. പുസ്തക മൂല്യം 6.583%. ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് 1 പോയിന്റ്. വിശകലനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ $1.202 ബില്യൺ ആണ്. മൂലധനത്തിന്റെ 63% ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടമാണ്. കമ്പനിയുടെ കടഫലം ടോൾ 0 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും 9.3 ആണ്. 50.7 എന്ന ഉപവിഭാഗത്തിൽ ശരാശരി. ഉപവിഭാഗ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും ലാഭ അനുപാതവും വളരെ നല്ലത് 2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $364 മില്യൺ ആണ്. അടുത്ത 12 മാസത്തെ ലാഭം $408 മില്യൺ ആണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 0.9 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 4.2 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $3,620 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം $4.01 ബില്യൺ ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിയം സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. മാർജിനലിറ്റി 10.1%. ഉപവിഭാഗത്തിന്റെ ശരാശരി 8.2%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 7.952%. വിപണി മൂലധന വിഹിതത്തേക്കാൾ 331% കൂടുതലാണിത്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം $311,000 ആണ്. ഉപവിഭാഗത്തിൽ $1,343,000 ഉണ്ട്.
ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ ലാഭം $33.5 ഉപവിഭാഗത്തിന്റെ ശരാശരി $26.5. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ സ്ഥാപനത്തിന്റെ വരുമാനം $333,000 ആണ്. ഉപവിഭാഗത്തിൽ $324,000. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വിൽപ്പന അളവ് നല്ലത് 0.5 പോയിന്റ്. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 2.7%. ഉപവിഭാഗത്തിന് ശരാശരി 4.2%. സാങ്കേതിക സൂചകം നധവ 14 കമ്പനിക്ക് 51% ലെവൽ കാണിക്കുന്നു. താബ്ധോബ ഉപവിഭാഗത്തിൽ RSI ലെവൽ 14 66%. കമ്പനിയുടെ ഓഹരിയുടെ മൂല്യം ഏകദേശം $87.61 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $110 ആണ്. ഓർഡർ ടേബിൾ നോക്കാം, അത് നിങ്ങൾക്ക് ലഭ്യമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിവര സംവിധാനം ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു ലമണമയോ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. ഓഹരി മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി ബഹബന്ധോബ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു തണമബയ ഒരു തീരുമാനം എടുക്കുന്നു. ഒരു ഷെയറിന് $87.62 എന്ന നിരക്കിൽ ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക. കമ്പനിക്ക് നല്ല റേറ്റിംഗും വില ചലനവും ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു. അക്കിമിന്റെ സൂചിക വിലയിരുത്തൽ സമീപനം ഉപയോഗിച്ചാണ് സ്ഥാപനത്തെ വിലയിരുത്തിയത്. എടുക്കുക ലാഭം 104.36 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 70.88 ആയി നിശ്ചയിച്ചു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ 2025 ഓഗസ്റ്റ് 11 ട്രേഡിംഗിന്റെ അവസാനം ഓർഡർ സ്വയമേവ സ്ഥിരമാകും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ പതന പടടണട് ആദവ വിൽക്കാനുള്ള ഒരു ബാലൻസിംഗ് ഓർഡർ ആണ്. ബാലൻസിംഗ് ഡീലിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും. ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് 1. രണ്ടാമത്തെ ഓർഡർ അവസാന വിലയിൽ അടച്ചു. അവസാനം വരെ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി. ഗുരു ലമണമയോ